തിരുവനന്തപുരത്ത് തോന്നക്കൽ വില്ലേജിൽ പ്രവർത്തിക്കുന്ന ക്ലേ ഫാക്ടറി നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നതായി ആരോപണം. ക്ലേ ഫാക്ടറി പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരെ അധികൃതർ മൗനം പാലിക്കുന്നതായും ആരോപണമുണ്ട്. തിരുവനന്തപുരത്ത് തോന്നക്കൽ വില്ലേജിലെ മരണക്കുഴികളാണ് ഈ കാണുന്നത്. ഈ അഗാധഗർത്തങ്ങളിൽ വീണ് നിരവധി പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ കെട്ടിക്കിടക്കുന്ന രാസമാലിന്യം കലർന്ന വെള്ളം സമീപത്ത് അർബുദ രോഗികളുടെ എണ്ണവും കൂട്ടി. കൃഷിഭൂമി ഇടിഞ്ഞു താഴുന്നതിനും ഈ വെള്ളക്കെട്ട് കാരണമായി. കൂടാതെ സമീപത്തെ കിണറുകളിൽ കുടിവെള്ളം കിട്ടാക്കനിയായി. ഇങ്ങനെയൊക്കെ ഒരു നാട് പൊറുതിമുട്ടിയിട്ടും അധികാരികൾ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറിക്ക് പച്ചക്കൊടി കാണിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കിണറ്റില് വെള്ളമില്ല, ഒരുപാട് പുളിപ്പും എൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും എൻ്റെ വീട്ടിലുള്ളവർക്കായാലും ക്യാൻസർ, ത്വക്ക് രോഗങ്ങൾ ഇതെല്ലാം തന്നെ ഈ പരിസരത്തുണ്ട്. എന്നാൽ അധികാരികളൊന്നും തന്നെ ഈ പ്രശ്നങ്ങളെ പഠിക്കാനോ, ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാനോ, ഈ പരിസ്ഥിതിയെ കുറിച്ച് പ്രതികരിക്കാനോ തയ്യാറാകുന്നില്ല. ക്ലേ ഫാക്ടറി ഉയർത്തുന്ന ഭീഷണികൾക്കെതിരെ നാട്ടുകാർ ജനശക്തി എന്നൊരു സംഘടന രൂപീകരിച്ചാണ് പ്രതിഷേധം ആരംഭിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും രോഗങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. കിഡ്നി അസുഖങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യനല്ല, ഒരു ചെറുപ്പക്കാരനും ഇല്ല ഈ നാട്ടിൽ. പിന്നെ ഈ മംഗലപുരത്ത് ക്യാൻസർ സെൻറ്റർ വന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ക്യാൻസർ ഉണ്ടാകുമെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു കമ്പനിക്കാർക്ക്. അതിൻ്റെ പേരിലാണ് ഇവിടെ ക്യാൻസർ സെൻറ്റർ. ഈ കുഴികളിൽ നികത്തിക്കൊണ്ടിരിക്കുന്ന ക്ലേ വേസ്റ്റിൻ്റെ ഈ പരാതി നിജസ്ഥിതി മനസ്സിലാക്കുന്നവരെ നിർത്തിവെക്കുന്നതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പരാതി ബന്ധപ്പെട്ട ഓഫീസിൽ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഫലം കമ്പനിക്ക് അനുകൂലമായ നിലപാടുകളും റിപ്പോർട്ടുകളുമാണ് ഇതുവരെയും നാളുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള ഖനന നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും ഫാക്ടറിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങളോടും അവകാശങ്ങളോടും നിഷേധാത്മകമായ സമീപനമാണ് ജനപ്രതിനിധികൾ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. റിപ്പോർട്ടർ, പോത്തൻകോട്.